ബബിത, ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് വീണ്ടും PC ജോർജിന്റെ ഒരു പരാമർശം വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് പെൺകുട്ടികളെ കടൽ മാർഗം അഫ്ഗാനിലേക്ക് എത്തിക്കുന്നു. കടൽ മാർഗമോ സമുദ്രതീരമോ കടൽ മാർഗമോ ഇല്ലാത്ത അഫ്ഗാനിലേക്ക് എങ്ങനെയാണ് പെൺകുട്ടികളെ എത്തിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ PC-ക്ക് പിന്നെയും കിളി പോയി, PC-ക്ക് തലയ്ക്ക് ഭ്രാന്താന്നൊക്കെ പറഞ്ഞിട്ട് പല കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബബിതയ്ക്ക് കുറച്ചുകൂടി ഈ കാര്യങ്ങളിൽ കുറെ ആളുകളുടെ അനുഭവങ്ങൾ കേട്ടും ഒക്കെ പരിചയം കാണും. അപ്പോൾ ഈ PC ജോർജ് പറയുന്നതിൽ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്തെങ്കിലും സത്യമുണ്ടോ? PC പറയുമ്പോൾ നമുക്ക് സംശയം തോന്നും, എങ്ങനെ അഫ്ഗാനിലേക്ക്, അതായത് കോഴിക്കോട് കടൽ മാർഗം അഫ്ഗാനിലേക്ക് എങ്ങനെ, കാരണം തീരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിലേക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്നൊരു ചോദ്യം പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട ഇതിനു മുമ്പ് നടന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, സിറിയയിലേക്ക് എങ്ങനെ ഈ കുട്ടികൾ പോയത്? അതെ, സിറിയയിലേക്ക് ഈ പെൺകുട്ടികൾ പോയത് ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് പോയി, ശ്രീലങ്കയിൽ നിന്ന് ശ്രീലങ്കൻ വിസയിലാണ് ഈ കുട്ടികൾ പോകുന്നത് അവിടേക്ക്. അത് നേരത്തെ മാധ്യമങ്ങളും നേരത്തെ പോയിട്ടുള്ള കുട്ടികളെല്ലാം പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ട് ശ്രീലങ്ക വഴിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ശ്രീലങ്ക കണക്ട് ചെയ്ത് സിറിയയിലെത്തി, അതുപോലെ അഫ്ഗാൻ കണക്ട് ചെയ്യാൻ ഇവർക്ക് വേറെ എത്രയോ രാജ്യങ്ങൾ, നമുക്ക് പറയാൻ പറ്റില്ല, വേറെ കണക്ട് ചെയ്ത് എത്രയോ രാജ്യങ്ങൾ വഴി പോവാം. അതെ, കാരണം ഇപ്പം ഈ അമേരിക്കയിൽ നിന്ന് ഇവിടെ എത്തിയ ആളുകൾ എങ്ങനെ എത്തിയത്? അതെ, അവർ പല പല രാജ്യങ്ങൾ കണക്ട് ചെയ്ത് കാടും മേടും താണ്ടി കടലും കടന്ന് നീന്തിയാണ് അവിടെ എത്തിയേക്കുന്നത്. അതിൽ 10% അവിടെ എത്തിയിട്ടുള്ളൂ. ബാക്കി എത്ര പേരിൽ കടലിൽ വെടികൊണ്ട് പോയിട്ടുണ്ട്? അതെ, അതുപോലെ ഒരുപാട് അങ്ങനെ എത്തിപ്പെടാം. അങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പൊ PC പറഞ്ഞിരിക്കുന്നത്. ഈ യഥാർത്ഥത്തിൽ PC പറയുന്ന കാര്യങ്ങൾ കുറെ ഇപ്പൊ ക്രൈസ്തവ സഭകൾ തന്നെ അംഗീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. KCBC അടക്കം, പിന്നെ സിറോ മലബാർ സഭ അടക്കം രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്. പക്ഷെ PC പറയുന്നത്, ഞാൻ തന്നെ പല മുസ്ലിം പെൺകുട്ടികളെയും ക്രിസ്ത്യാനികൾക്കും മറ്റു സമുദായത്തിലുള്ളവർക്കും കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ആ കല്യാണം കഴിച്ച് കൊടുക്കുന്നതിനെ അല്ല പറയുന്നത്, ആ കല്യാണത്തിന്റെ പേരിൽ നടത്തുന്ന നിർബന്ധിത മതം മാറ്റത്തെയാണ് ഞാൻ ഈ ലവ് ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു മുസ്ലിം ചെറുക്കനെ ഇഷ്ടമാണെങ്കിൽ ഒരു ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിക്കാം, അത് പ്രശ്നമില്ല. ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ കല്യാണം കഴിക്കാം, അത് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് പുറത്തായിരിക്കണം. അത് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടാനുള്ളതാകരുത് എന്നാണ് PC പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ പലർക്കും ഇത് മനസ്സിലാവാതെ കിടന്ന് പല പ്രവർത്തകരും പല ആളുകളും ശബ്ദമുയർത്തുന്നുണ്ട്. BJP ഇത് എനിക്ക് തോന്നുന്നു PC-ക്ക് മുന്നേ BJP ഇത് നിരന്തരം ശബ്ദമുയർത്തുന്ന കാര്യമാണിത്. ഇത്തരം കാര്യങ്ങൾ മതപരിവർത്തനം എന്ന പേരിൽ നിരവധി പേര് ഇവിടെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ഈ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പെൺകുട്ടികളെ കടത്തുന്നതിന്റെ പേരിൽ ശബ്ദമുയർത്തിയത് BJP നേതാക്കളായിരിക്കും. അത് കേന്ദ്രത്തിലുള്ളവരാണെങ്കിലും കേരളത്തിലുള്ളവരാണ്. ലവ് ജിഹാദ് എന്നൊരു പേരില്ല എന്നേ ഉള്ളൂ. നിർബന്ധിത മതം മാറ്റം എന്ന് പറയുന്ന രീതിയുള്ള പേര് പോലും പറയാൻ പാടില്ല എന്ന് കോടതിയുടെ മുന്നിൽ കോടതിയെ വിരട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു. കോടതിയിൽ ഒരു വാക്ക് പോലും പറഞ്ഞതിന്, ലവ് ജിഹാദ് എന്ന പറഞ്ഞ വാക്ക് പറഞ്ഞതിന് ഹൈക്കോടതിയുടെ ഫ്രണ്ടുകളിൽ പോസ്റ്റർ ഒട്ടിച്ച ഒരാളുകളുണ്ട് ഇവിടെ. ഒരിക്കലും ആ ഒരു മതത്തിലും ആ മതത്തിൽ ജീവിക്കുന്നവരെ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മുസ്ലിമാന്ന് പറഞ്ഞത് നമ്മളുടെ വീടിന്റെ തൊട്ടപ്പുറമുള്ള മുസ്ലിങ്ങളെല്ലാം കാണുമ്പോൾ ഇവരെല്ലാം ലവ് ജിഹാദാന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇതിൽ നമുക്കിപ്പോൾ നമ്മുടെയൊക്കെ കൂടെ പഠിച്ച ഒരുപാട് കുട്ടികൾ ഹിന്ദു ക്രിസ്ത്യൻ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മുസ്ലിം ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു വിഭാഗം നമ്മൾ അറിയാണ്ട് ഇതേപോലെയുള്ള ഭീകരവാദ പ്രവർത്തനത്തിന് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഇവരുടെ ശരീരം ഒരു കച്ചവടമാക്കി മാറ്റുന്നു. അതിന് മാത്രമാണ് PC പറയുന്നത്. PC മാത്രമല്ല, BJP ഇത്രയും കാലവും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ്. അത് കുറച്ചുകൂടി ഇന്നത് അതിൻ്റെ വസ്തുതയും തെളിവ് സഹിതം PC-യെപ്പോൾ ഉള്ളവർ അവരുടെ സഭകളിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിന്റെ വസ്തുത മനസ്സിലായി, അവരും അത് രംഗത്തേക്ക് വരുന്നു. അതാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സഭ PC പറയുന്നത് വ്യക്തമായ ശരിയാണ് എന്നുള്ള നിലപാടിലേക്ക് പോകാനുള്ള കാരണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബബിത ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്, കുറച്ച് ആളുകളുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇടപെടുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കണം, ഇത്തരം പോയിട്ട് തിരിച്ചു വന്നവരുണ്ടാകുമല്ലോ, അവരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ അവർ തിരിച്ചു വരാനുള്ള കാരണം അല്ലെങ്കിൽ പോകാനുള്ള കാരണം അതിലെന്താണ് ഏറ്റവും കൂടുതൽ ബബിതയ്ക്ക് സ്ട്രൈക്ക് ചെയ്തത്? കൂടുതലും നമുക്ക് വന്നേക്കണ പ്രണയമാണ്. പക്ഷെ അല്ലാണ്ട് വന്ന ഒരുപാട് കുട്ടികളുണ്ട്. ചിലപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികൾ, ഇപ്പോൾ ഫാത്തിമ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് തൊട്ടടുത്ത വീട്ടിൽ. അപ്പോൾ അവൾ നിരന്തരമായി തട്ടയിട്ട് നമുക്ക് നമ്മുടെ കൂട്ടുകാരികൾ, നമുക്കൊരു ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് അനുകരിക്കാനുള്ള ഒരു അത് കൂടുതൽ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു വിഷമ സമയത്ത്, ഇപ്പം നമ്മളുടെ ഒരു ഏജ് ടൈമിൽ നമ്മുടെ ഉമ്മ ഒന്ന് വയ്യാണ്ടാവുന്നു, ഒരു പ്രായ അമ്മ മരിക്കാൻ പറയാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് ഒരു കുഴപ്പമുണ്ട്, എന്ത് പറഞ്ഞാലും നമ്മൾ
ഒരു മതത്തിനെയും തള്ളി പറയില്ല. അതെ അതെ. അപ്പോൾ പറയണം നിങ്ങൾ ഈ ഖുറാനിൽ ഈ ഏടൊന്ന് ഓതി നോക്കൂ, ആ വാക്കുകൾ തന്നെ അവർ ഉപയോഗിക്കും. അത് ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്, അതങ്ങനെ പഠിക്കുക, അങ്ങനെ അതിന്. അപ്പോൾ ചിലപ്പോൾ അമ്മൂമ്മയ്ക്ക് ഒരു റിക്കവർ വരുന്നു, അത് കുറച്ചുകൂടി അത് അട്രാക്ഷൻ ആക്കുക ആ മതത്തിൽ. പിന്നെ 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 ഒരു ഖുറാൻ കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു. പിന്നെ നമ്മളോട് പറയും അടുത്തതാദ്യം പിന്നെ ഇവർ നിസ്കാരം ചെയ്യുമ്പോൾ ആ നിസ്കാരത്തിലേക്ക് ഒരു ആകർഷണം തോന്നും, കാരണം നമ്മുടെ കൂട്ടുകാരിയാണ്, അതെ അതെ, നമ്മളുടെ ചങ്ക അത്, അവൾ ചെയ്യുന്നതിനോടൊരു ഇഷ്ടം തോന്നും. അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പിന്നെ ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം അറിഞ്ഞവരാന്നൊരു ചിന്ത തന്നെ ആ ഒരു പ്രായം ഉണ്ടല്ലോ, ടീനേജ്, ആ ഏജ് വരുമ്പോഴത്തേക്കും നമ്മളിത് സ്വാതന്ത്ര്യം ആണ്, അതാണ് ലോകം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തീരുമാനം എടുത്ത് വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കുന്നു, ബഹളം ചെയ്യുന്നു, നേരെ പോകുന്നു. ഈ കൂട്ടുകാരി പറഞ്ഞ് അവരുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമ്മൾ മലപ്പുറത്തുള്ള സെൻറ്ററുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള സെൻറ്ററുകളിലൊക്കെ പോയി ഇങ്ങനെ ഇത് മതം ആ ഒരു മതമാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്നുള്ള രീതിയിൽ നമ്മളെ അങ്ങ് പഠിപ്പിച്ചു വെക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ബബിതയ്ക്ക് അറിയാം, പക്ഷെ പലതും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പലരുടെയും ഐഡന്റിറ്റി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ് എന്നുള്ളത് കൊണ്ട് ബബിത പലപ്പോഴും പല കാര്യങ്ങളും ഇവിടെ ഇരുന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഈ കുട്ടികളെ കൊണ്ടുവരുന്നതിലൊക്കെ നിങ്ങൾ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ആ സമയത്തുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാകും. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആർഷവിദ്യാ സമാജം, അവിടുത്തെ ആ പെൺകുട്ടി അവളുടെ ഒരു ബുക്ക് പ്രകാശനത്തിന്റെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങൾ യൂട്യൂബിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ തോന്നി, ഈ പെൺകുട്ടികൾ ആ സമയത്ത് അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഒരു പീഡനം നടക്കുന്നു, ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ട് പോലെ തന്നെയായിരിക്കും ചിലപ്പോൾ ഈ സമയത്തും അതിൻ്റെ ഇരട്ടിയായിരിക്കും ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്നത്. കാരണം ഒരു ഇൻജക്ട് ചെയ്ത് നമ്മുടെ തലച്ചോറിനെ അവരങ്ങ് വിലക്കെടുക്കുകയാണ്. നമ്മളുടെ ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനെയും അമ്മയും തള്ളി പറയുന്ന ഒരു സ്റ്റേജ് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ വന്നിട്ട് അവരുടെ അച്ഛനെയും അമ്മയും വേണ്ടാന്ന് കോടതിയുടെ വരാന്തകളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇവർ വീട്ടുകാർ പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുമല്ലോ, വീട്ടുകാർ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മളൊന്ന് സംസാരിച്ച് നോക്ക് എന്ന് പറഞ്ഞായിരിക്കും നമ്മളെ വിളിക്കുന്നത്. മോളെ ഇങ്ങനെ ഒരു ബന്ധം വന്നിട്ടുണ്ട് മോക്ക്, അപ്പോൾ മോള് പറഞ്ഞാൽ കേൾക്കുന്നില്ല, മോളൊന്ന് വന്ന് സംസാരിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഓക്കെ ആൻറ്റി ഞാൻ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പിള്ളേർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഓരോ വേർഡ് വെച്ച്, അതായത് നമ്മുടെ പുരാണങ്ങളിലെ കാര്യങ്ങൾ നമുക്കറിയില്ലാത്തത് വളരെ പോയിന്റ് ചെയ്ത്, അതായത് നമ്മളുടെ ഭഗവാന്റെ ഇപ്പോൾ ശിവഭഗവാന്റെ ലിംഗത്തിനെ കുറിച്ച് സംസാരിക്കുക, അതിനെ നമ്മൾ പൂജിക്കണ ശരിയാണോ ചേച്ചി? ഇതിങ്ങനെ കാണിക്കുമ്പോൾ നമ്മളിലേക്ക് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലൈംഗികമായി ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ നമ്മുടെ മതം പഠിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യൻ കുട്ടികളാണെങ്കിൽ പിന്നെ ക്രിസ്ത്യാനികളിൽ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഇടയിൽ മാതാവ് എന്ന് പറയുന്നത് അവർ നമ്മുടെ ഭഗവതിയെ കാണുന്ന പോലെ അവർ മാതാവിനെ കാണുന്നത്. ആ മാതാവ് അവിഹിതത്തിലൂടെ ഉണ്ടായ മകനല്ലേ യേശു എന്നൊക്കെ ചോദിക്കുന്ന രീതി മിണ്ടാൻ പറ്റേണ്ടി വരുവാ. കാരണം അതൊന്ന് പറഞ്ഞ് പഠിച്ചു കൊടുക്കാനോ എന്നോ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണില്ല. കാരണം ആ ഒരു രീതിയിൽ അവരുടെ മെൻ്റലി ടോർച്ചർ ആവുക കുട്ടികൾ. എന്നിട്ട് പിന്നെ പഠിപ്പിക്കുന്നത് ഖുറാനിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഖുറാനാണ് ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണം എന്നാണ് ഖുറാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് എങ്ങനെ ജീവിക്കണം ഒരു മനുഷ്യരോട്. അതായത് ശരിക്കും നമ്മൾ ആ ഖുറാൻ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഖുറാനിൽ പറയുന്നത് അന്യമതസ്ഥരെ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയാൻ. ഈ കല്ലെറിയാൻ പറയുന്നവർ എങ്ങനെ ഈ ബുക്ക് പഠിക്കാൻ പറയും? അതെ, തീർച്ചയായും. ഈ കല്ലെറിയാൻ പറയുന്നവരാണ് നമ്മളോട് ബുക്ക് പഠിക്കാൻ, ആ ബുക്കാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അതിലെ ഓരോ ഏടുകളാണ് പറയുന്നത്. നബി പറയുന്നത്, നബി എങ്ങനെയാ ശരിക്കും പറഞ്ഞാൽ നബി എന്ന് പറയുന്നത് അദ്ദേഹം 9 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ച ആളാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരാൾ ചെയ്ത പോസ്കാ കേസിൽ അകത്ത് പോകും. ശരിയല്ലേ? ശരിയാ. അങ്ങനെയുള്ള പിന്നെ ഇത് മതഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച് വരുന്ന കുട്ടികളോട് പിന്നെ ഇവരെ പിന്നെ ഇവർക്ക് പുറത്തു പോകാൻ പറ്റുമോ? വേറെ വീട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും അടുത്തുള്ള എത്തിങ്ങാനയിലോ അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരന്മാരെയോ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കൂട്ടത്തിൽ ഈ കൊണ്ടുപോയ പെൺകുട്ടി ആരാണോ അവരുടെ കൂട്ടത്തിലുള്ളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവർക്ക് മാനസികമായിട്ട് തുറന്നു പറയാനൊരു വേദിയാവും. അപ്പം പിന്നെ അതൊരു പ്രണയമാവും. ആ പ്രണയം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു കാരണം പിന്നെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് നിൽക്കണേ നിക്കാഹ് കഴിക്കണം. ഈ നിക്കാഹ് എന്ന് പറഞ്ഞ സാധനം വരുമ്പോഴത്തേക്കും വേറെ ആരുമില്ല, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആരുമില്ല. ഈ പെണ്ണിൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് ഈ അടുത്ത കൂട്ടുകാരി, അവരുടെ പാപ്പ ഉമ്മ, അല്ലെങ്കിൽ ആ പിന്നെ ഇവരെവിടെയാണോ ചെന്ന് ചേർന്നിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ മാത്രമേ നേരെ കല്യാണം കഴിക്കും.
പിന്നെ കുറച്ച് കാലം അവിടെ നിൽക്കും. അത് കഴിയുമ്പോഴാണ് ഈ പെൺകുട്ടി ശരിക്കും തിരിച്ചറിയണത് ഇവർ ട്രാപ്പിലായെന്നുള്ള കാര്യം. അത് എല്ലാ പെൺകുട്ടികളും അങ്ങനെയാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഒരു വിഭാഗം കുട്ടികൾ. കാരണം കാരണം ഈ പ്രേമിച്ച് വരുന്നവരാണെങ്കിൽ അവരെ ഉപയോഗിച്ചു, അത് കഴിയുമ്പോൾ അടുത്ത ആൾക്ക് കൈമാറും, അടുത്ത ആളെ കല്യാണം കഴിക്കും. എപ്പോഴും ഇവരുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല, അവർക്ക് എപ്പോഴും ഒരു പുരുഷന്റെ തണൽ വേണം. നമ്മുടെ ഇതിൽ പറഞ്ഞ എന്താ, സ്വന്തമായിട്ട് സ്വന്തമായിട്ട് നിന്ന് കാരണം സ്ത്രീയും പുരുഷനും ഒന്നാന്ന് പറയുന്ന പോലെ ഇതങ്ങനെയല്ല, പുരുഷന്റെ തണൽ മാത്രം ജീവിക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും പുരുഷന്മാരിൽ ഇങ്ങനെ കൈമാറി പോവുക, അല്ലാണ്ട് ഒരു ഒന്നെന്നുള്ള ഒരു സിസ്റ്റത്തിലല്ല അവർ. അതെ, തീർച്ചയായിട്ടും ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, അത് തിരുത്തപ്പെടേണ്ടതാണ്, തിരുത്തപ്പെടുക തന്നെ വേണം. തീർച്ചയായും PC-യുടെ വാക്കുകൾ 100% സത്യമാണ്. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.